ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലെ വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഇന്നലെ തൊട്ട് ഹെസക്ക് നല്ല പനിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം 7 മണിയായിക്കണ്. അപ്പോൾ അനിയൻ്റെ കൂടെ ഞാൻ ഹെസനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി നിൽക്കട്ടോ. ഇവിടെ വന്നിട്ട് മരുന്ന് കുടിച്ച് അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് വേണ്ടത്? ഹെസമോളെയും കൊണ്ട് ഞാൻ നീച്ചിട്ട് പിന്നെ കുറേ നേരമായിട്ടോ ഡ്രസ്സ് മാറ്റാനേ ഉള്ളയക്കണുണ്ടായിരുന്നില്ല. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ സൂചി വെക്കുന്നൊക്കെ പറഞ്ഞ് കരയുന്നേന്നു. പിന്നെ ഒരുവിധം അനിയനൊക്കെ നീച്ചു ഓനൊക്കെ പറഞ്ഞ് എന്താണ് സൂചി വെക്കില്ല. ഞാനും പറഞ്ഞ് ഒരു വിധത്തിലുള്ള ഡ്രസ്സ് ചെയ്യണുണ്ടായിരുന്നില്ല. ഇങ്ങനെ നോക്കും അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയും ഹെസമോൾക്ക് നല്ല പനിയുണ്ട്. ഇല്ലല്ല, എൻ്റെ മടിയിലാക്കര ഇരിക്കുക കേട്ടോ. ഹെസമോൾ എൻ്റെ മടിയിലായിരിക്കുക, എൻ്റെ അടുത്ത് ഞാനുണ്ടാവും എടുത്ത്. അപ്പം ഞാൻ ഡോക്ടറോട് പറയും ഹെസമോൾക്ക് പനിയാണ്, നല്ല ചുമ ഉണ്ട്, നല്ല ചൂടുണ്ട്, പിന്നെ ഛർദിക്കണുണ്ട് എന്നൊക്കെ പറയും. അപ്പം അതിനുള്ള മരുന്നൊക്കെ തരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കുടിക്കുക, അത്രേ ഉള്ളൂ. സൂചി കാര്യങ്ങളൊന്നുമില്ല. അതിന് പേടിച്ചണ്ട കേട്ടോ. അമ്മ മാറ്റിട്ടെന്നാ. ഓക്കെ, നല്ല കുട്ടിയാണ്. നോക്കിക്ക. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചാൻ പോയി. ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് വെള്ളത്തിൽ കളിച്ചിരുന്നല്ലോ, അപ്പം അതുകൊണ്ടുള്ള ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു പനിയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30-10 മണിയാവാനായിക്കണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുറ്റടിച്ച് വരാൻ നിൽക്കാം കേട്ടോ. ഇമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലാണ്. ഹെസമോൾക്ക് ഞാൻ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്തോളൂ ഒന്ന് ഉറക്കി. ഇനി ഒന്ന് ഉറങ്ങി നീച്ചുമ്പത്തിന് പനിയൊക്കെ ഒന്ന് കുറവാകും വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ ഹെസമോൾക്ക് അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബിരിയാണി വെക്കുക എന്നുള്ളത് ആദ്യം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാൻ പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചാന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ 2 നേരത്തേക്കും ഫുഡ് വെക്കാൻ വിചാരിച്ചിട്ടോ. ഹെസമോൾക്കാണെങ്കിൽ പനിയും കാര്യങ്ങളായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലാണ്. ഹെസക്ക് ഞാൻ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോവാട്ടോ. കുറേ ദിവസമായി ഇപ്പോൾ ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ മദ്രസ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇത്രയും ദിവസം നിന്നത്. പിന്നെ ഇസൂന് മദ്രസ് നാളെ തുറക്കുകയാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മെഷീനിൽ. അപ്പം അതൊക്കെ എടുത്ത് വെയിലുള്ള സ്ഥലത്തൊക്കെ ഇട്ടിക്കുകയാണ്. ഏകദേശം വെയിലും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ. അമ്മ പറഞ്ഞു ഈ വെയിലത്ത് അടിച്ചു വരട്ടായി ഇങ്ങോട്ട് പോന്നളാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടികൾ നല്ല പരത്തിക്കണം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പം അടിച്ചു വരിയിട്ടുണ്ടായിരുന്നില്ല. ഇസുവാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആ കടയിലേക്ക് പോയിക്കാണ് നിൽക്കാൻ. പിന്നെ ഞാനിന്ന് ഒരു 4-4:30-5 മണിക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. ആ ഒരു സമയത്തേക്ക് പിന്നെ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പോകാനാക്കിയിരുന്നത്. അങ്ങനെ മദ്രസത്തെ ചെറിയ രീതിയിലുള്ള വെക്കേഷനും കാര്യങ്ങളൊക്കെ ഇനി. ഇനിയിപ്പോൾ സ്കൂള് ഇന്നിപ്പോൾ 17-18 ആവാനായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സ്കൂളും തന്നെ ഇതാന്ന് പറഞ്ഞ പോലെ തുറക്കട്ടെ. ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസമാണ് കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് 2 മാസം ഈ വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ സ്കൂള് മദ്രസ് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ലീവും കാര്യങ്ങളും കിട്ടുമ്പോഴാണ് പിന്നെ അധികമുള്ള ആൾക്കാരും വിരുന്ന് പോകും ചെയ്യുക. പിന്നെ ഞാൻ പോവാണെങ്കിൽ സങ്കടം ഉണ്ടോ? തന്നെ ഞാൻ വരുന്നേരാ. സങ്കടം ഉണ്ട്. അതെന്താ നമ്മൾ പോകുമ്പോഴേ നമുക്ക് പോണ്ട. അങ്ങനെ ഹെസമോൾ ഇറങ്ങി നീച്ചതിന് ശേഷം പിന്നെ ചെറിയ രീതിയിൽ പനി കാര്യങ്ങളൊക്കെ കുറവുണ്ട്. മറ്റേത് നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പോൾ ചൂടിനൊക്കെ ഒരു കുറവുണ്ട്. അപ്പോൾ അതിന് അടുക്കളയിലേക്കൊന്ന് പോയതാട്ടോ. ഇമ്മ കഷ്ടപ്പെട്ട് ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്യാണ്. പിന്നെ ഇന്ന് വേണ്ടെന്ന് സാധാ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അനിയന്മാരൊക്കെ പറഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ എന്തെങ്കിലും ഉണ്ടാക്കണം പറഞ്ഞ്. പിന്നെ അങ്ങനെ അതും പാടെ ഇന്നലത്തെ പ്ലാനും ഒക്കെ പാടെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയതാണ്. ഇമ്മക്ക് ഹെസമോൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കൂടുതൽ വരുന്നതിനേക്കാട്ടിലും ഉമ്മാൻ്റെ അടുത്തേക്കാണ് അവൾ പോണത്. ഫുഡ് ഞാൻ ഹെസക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇമ്മ തന്നാൽ മതിയെന്ന്. അപ്പോൾ എൻ്റെ ഉമ്മാനെയാണ് പറയണത് ഉമ്മാന്ന്.
അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോവുക പാത്രം കൊണ്ട്. അതേപോലെ ഞാൻ ഉറക്കാൻ കിടത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഉറങ്ങണറി, അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് പോവും. അങ്ങനെ ഈ ഒരു 8 ദിവസം ഓള് അധികം ഇമ്മാൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഏകദേശം ഇപ്പോൾ സമയം 12-12:15 കഴിക്കണ്. പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അനിയന്മാരൊക്കെ കുളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇസു പറഞ്ഞു ഞാനും പോകുന്നുണ്ട്. അങ്ങനെ ഓനും കുളിച്ചണ തിരക്കാട്ടോ. അപ്പോൾ ഞാനും ഇമ്മയും തന്നെയാണ് അടുക്കളയിൽ. മിന്നു ഹസനെ നോക്കുന്നുണ്ട്. ഇമ്മന്നെ ഒരുവിധം പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ. പിന്നെ മസാലക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കത്തി തീരെ മൂർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട് കത്തി നല്ല മൂർച്ചാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുവിധം ബിരിയാണീൻ്റെ പിന്നെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ലാസ്റ്റേക്ക് ഉമ്മനെ ചെയ്തത്. അപ്പോൾ ഇസും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. അനിയന്മാരും ഒക്കെ 3 പാടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ മിന്നുവിനോട് ചോദിച്ച അതേ ചോദ്യം അനിയന് പള്ളിയിൽ പോകാൻ വേണ്ടി മാറ്റി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു. ഓന് ക്യാമറ ഓണാക്കിക്കണമെന്നുണ്ടപ്പോൾ പിന്നെ തിരിയണന്നെ ഇല്ല കേട്ടോ. ആ ഒരു രീതിയിൽ ഇങ്ങനെ പോവാണ്. ബാക്കൊക്കെ തിരിയണന്നെ ഇല്ല. കാരണം ക്യാമറയിൽ നിൽക്കാൻ താല്പര്യമില്ല തോന്നുന്നു ഓനിക്ക് ആകെ ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമുള്ളൂ കൂടുതലായിട്ട് ഫോട്ടോയിലൊക്കെ നിൽക്കുമോന്. +2 കഴിഞ്ഞ് നിൽക്കുകയാണ് ഓന്. പിന്നെ ഈ വെക്കേഷൻ സമയത്ത് കാറ്ററിങ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകും. ഓനോട് ഞാൻ മിന്നുവിനോട് അതേ ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇജ് വേണമെങ്കിൽ പോയിക്കോ, ഹെസനെ ഇവിടെ നിർത്തുകയെന്നാണ് പറഞ്ഞു. ഓനിക്ക് ഹെസന് നല്ല കാര്യമാണ്. ഇപ്പോൾ ഓനും ഹെസയും തെറ്റിക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓന് ഹെസ ഫോണ് വേണമെന്ന് അറിയുമ്പോഴത്തേന് എവിടെ ഫോൺ വെച്ചാൽ അവിടെ നോക്കി എടുത്ത് കൊടുന്നു കൊടുക്കും. അപ്പോൾ ഓന് ഫോണ് കൊടുക്കാതിരുന്നപ്പോൾ ഹെസ പിന്നെ ഓനോട് ഒരു മൈൻഡും കാണിക്കണില്ല. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഫോണ് തരുമ്പോൾ മാത്രമുള്ളൂ സ്നേഹം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇവന് സിത്തു കേട്ടോ. അവൻ്റെ പേര് സുഫിയാൻ എന്നാണ്, ഞങ്ങൾ സിത്തു എന്ന് വിളിക്കും. ഓനോട് ഞാൻ ഇതേപോലെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇജ് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരൂല ചോദിച്ചു. ഓന് ഡിഗ്രി 3rd year ആണ് ഇനി. അപ്പോൾ 3 പാടെ പള്ളിക്ക് പോവാട്ടോ. വീഡിയോ എടുക്കണ്ട, ഞാൻ ഹെൽമെറ്റൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ ഓല് പോയി. ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓല് വന്നിട്ട് ഒരുമിച്ചിട്ടുള്ളൂ ഞങ്ങൾ കഴിച്ച. മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ആ ഒരു സമയത്ത് ഉമ്മാൻ്റെ ചിക്കന് പൊരിച്ചിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മ അപ്പോഴും ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിക്കനും കാര്യങ്ങളും പൊരിച്ചിൽ കഴിഞ്ഞ് പിന്നെ മസാലയ്ക്ക് ഇട്ടുട്ടോ. അങ്ങനെ ഏകദേശം ഓല് പള്ളിയിൽ നിന്ന് വരാനായ സമയത്ത് എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ സിനിമ എന്താണെന്ന് വെച്ചാൽ ഗോഡ് ഫാദറാണ്. അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഓരോ പ്ലേറ്റൊക്കെ ആക്കി വെച്ചിക്കണം. ഈ ഒരു വീഡിയോ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ കൂടുതലാരും ഭക്ഷണം കഴിച്ചിന വീഡിയോ എനിക്കാണെങ്കിൽ പോലും ഇഷ്ടമല്ല കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് കൂടുതൽ വീഡിയോസ് എടുക്കാൻ. ഫുഡ് കഴിച്ചിൽ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഹസനെ ഒന്നും കൂടി ഉറക്കിയിട്ട് ഓൾക്ക് നല്ല ക്ഷീണോ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം പിന്നെ ഒന്നില്ലെങ്കിൽ രാത്രി ഒന്നില്ലെങ്കിൽ ഒരു ഉച്ചൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ഓൾ ഉറങ്ങല്ലേ. പനി കുറവായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾക്ക് ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങിയിട്ട് വീണ്ടും ഉച്ചക്ക് നല്ല ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മണിയാ നേരത്ത് പിന്നെ ഓളൊക്കെ അതിൻ്റെ മുന്നേ നീച്ചിക്കണ്. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം മിന്നുവിനോട് ഓരോ കാര്യങ്ങൾ പറയാട്ടോ. ഞാൻ ഏകദേശം പോവാനായ സമയത്ത് തന്നെ എനിക്ക് പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എന്തൊക്കെയൊരു എല്ലാവരും ഇതേപോലെ തന്നെയാണ്. പക്ഷേ അതെന്തോ കാര്യങ്ങളൊക്കെ ഒരാഴ്ച നിന്നിട്ട് എത്ര ദിവസം നിന്നു? 8 ദിവസം ഇടയ്ക്ക് വേറൊന്നില്ല. സന്തോഷമാക്കാൻ ഉണ്ടോ? പോയിട്ടമ്മ അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിട്ടോ. ഇവിടെ വീട്ടിൽ ഒരു 5:45 ആയപ്പോൾ എത്തി. ഇസു വന്ന ഉടനെ പിന്നെ പന്തളിച്ചാനിരിക്കാനും നിന്നിട്ടോ. ബാങ്ക് കൊടുക്കാനായ സമയത്ത് രണ്ടാളെ ഒന്ന് മെയിലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഒക്കെ